ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞ എല്ലാ സഹോദരീ സഹോദരന്മാർക്കും സോൾഫുൾ സ്ക്രിപ്ചേഴ്സ് എവ്രിഡേയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾക്ക് ഒരുപാട് പേർക്ക് പ്രചോദനമായ ഒരു വ്യക്തിയെക്കുറിച്ചാണ് സംസാരിക്കാനുള്ളത്. മെൽ ഗിബ്സൺ അല്ലേ? അതെ, മെൽ ഗിബ്സൺ. അദ്ദേഹത്തിന്റെ വിശ്വാസയാത്രയിലെ ഏറ്റവും പുതിയൊരു അധ്യായം. അതായത് ഈ അടുത്ത കാലത്ത് അദ്ദേഹം ഗ്രീസിലെ മൗണ്ട് അത്തോസിലുള്ള ഹിലാൻഡർ ആശ്രമത്തിലേക്ക് ഒരു തീർത്ഥാടനം നടത്തിയത്. ശരിയാണ്, അതൊരു സാധാരണ യാത്രയായിരുന്നില്ല അല്ലേ? അല്ല, അതൊരു ശരിക്കും ദൈവത്തെ തേടിയുള്ളൊരു യാത്രയായിരുന്നു. അതെ, ഈ ലോകം പലപ്പോഴും ക്രിസ്തുവിനെയും അവിടുത്തെ സത്യങ്ങളെയുമൊക്കെ ഒരുമാതിരി തള്ളിക്കളയുന്നൊരു കാലഘട്ടത്തില്, ശരിയാണ്, അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ സത്യത്തിനു വേണ്ടി നിലകൊള്ളുക എന്നത് അതൊരു വലിയ കാര്യം തന്നെയാണ്. ഗിബ്സൺ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഹോളിവുഡ് എങ്ങനെയാണ് ക്രിസ്തു വിശ്വാസത്തെ കാണുന്നതെന്ന്. ഒരുതരം അവഗണന. തീർച്ചയായും, പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ആ സിനിമ ദ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് അത് പുറത്തിറങ്ങിയപ്പോ എന്തെല്ലാം എതിർപ്പുകളാണ് നേരിടേണ്ടി വന്നത്. ഓർക്കുന്നുണ്ട്. ഇത് ശരിക്കും പുതിയ കാര്യമല്ല. പൗലോസ് അപ്പസ്തോലൻ തിമോത്തിയോസിനോട് പറയുന്നത് ഓർമ്മ വരുന്നല്ലേ? ദൈവഭക്തിയോടെ ക്രിസ്തുയേശുവിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും പീഡിപ്പിക്കപ്പെടും. അത് സത്യമാണ്. പക്ഷേ ആ പീഡനങ്ങൾക്കിടയിലും തളരാതെ നിൽക്കാനാണ് ദൈവം നമ്മളെ വിളിക്കുന്നത്. അപ്പം ഗിബ്സന്റെ ഈ യാത്ര ഒരു ഓർമ്മപ്പെടുത്തലാണ്. അതെ, സങ്കീർത്തകൻ പറയുന്ന പോലെ കർത്താവിന്റെ പ്രകാശവും രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും. ശരിയാണ്, ലോകം എന്ത് പരിഹസിച്ചാലും നമ്മുടെ ആശ്രയം ദൈവത്തിലായിരിക്കണം. ഗിബ്സൺ ചൂണ്ടിക്കാണിച്ച വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ ലോകം പലപ്പോഴും ദൈവിക സത്യങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് മാനുഷികമായ ആശയങ്ങൾക്കാണ്, പുരോഗമനം എന്നൊക്കെ പറഞ്ഞ്. റോമർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്ന പോലെയാണതല്ലേ? ചിലർ ദൈവത്തിന്റെ സത്യം വ്യാജമാക്കി മാറ്റി സ്രഷ്ടാവിന് പകരം സൃഷ്ടിയെ ആരാധിക്കുകയും സേവിക്കുകയും എന്ന്. അതെ, കൃത്യമാണത്. അപ്പോ ഈ ലോകത്തിന്റെ ബഹളങ്ങൾക്കിടയിൽ നിന്നും മാറി സത്യം കണ്ടെത്താൻ ഒരു ശ്രമം ആവശ്യമാണ്. ശരിയാണ്. അതുകൊണ്ടാണ് ഈ ഹിലാൻഡർ ആശ്രമം പോലുള്ള സ്ഥലങ്ങൾ, നൂറ്റാണ്ടുകളായി പ്രാർത്ഥനയും ദൈവചിന്തയും മാത്രമുള്ള സ്ഥലങ്ങൾ, അങ്ങനെയുള്ള ഇടങ്ങളിലേക്കുള്ള യാത്രകൾക്ക് പ്രാധാന്യമേറുന്നത്. ശരിയാണ്, അവിടെ ഒരു ശാന്തതയുണ്ട്. ഒരുപക്ഷെ ദൈവത്തിന്റെ സ്വരം കേൾക്കാൻ എളുപ്പമായിരിക്കും. തീർച്ചയായും. അപ്പോൾ ഗിബ്സന്റെ ഈ യാത്ര ഒരു മാറ്റത്തിന്റെ സൂചന കൂടിയായി കാണാം. ദി പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ് എന്നത് അദ്ദേഹത്തിന്റെ വിശ്വാസത്തിന്റെ ഒരു പ്രകടനമായിരുന്നെങ്കിൽ, ഇപ്പോൾ ഈ തീർത്ഥാടനം അതിനെ ഒന്നുകൂടി ഉറപ്പിക്കുന്നു അല്ലേ? ദൈവത്തോട് കൂടുതൽ അടുക്കാനുള്ളൊരു ആഗ്രഹം. അതെ, ഇത് നമുക്ക് എല്ലാവർക്കും ഒരു പാഠമാണ്. ശരിക്കും വിശ്വാസ ജീവിതം എന്നതൊരു ഓട്ടമാണ്, എളുപ്പമുള്ള ഒന്നല്ല. എബ്രായ ലേഖനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അതാണ്. നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടാം, വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവരുത്തുന്നവനുമായ യേശുവിനെ നോക്കിക്കൊണ്ട് ഓടാം. യേശുവിൽ കണ്ണുകൾ ഉറപ്പിച്ചു മുന്നോട്ടു പോകാൻ അല്ലേ? അതെ, നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയെ തേടുന്ന ഒരു ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് വരുന്നു. ഞങ്ങളുടെ സഹോദരൻ മെൽ ഗിബ്സന്റെ വിശ്വാസയാത്രയെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു പിതാവേ. കർത്താവേ, ലോകം പലപ്പോഴും എതിർക്കുമ്പോഴും ക്രിസ്തുവിനു വേണ്ടി നിലകൊള്ളാൻ അദ്ദേഹം കാണിച്ച ധൈര്യത്തെ ഞങ്ങൾ ഓർക്കുന്നു. അതിനായി നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് ശക്തിപ്പെടുത്തണമേ. ലോകത്തിന്റെ പ്രലോഭനങ്ങളിലും അതിന്റെ സമ്മർദ്ദങ്ങളിലും വീണുപോകാതെ അങ്ങയുടെ സത്യത്തെ മുറുകെ പിടിക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഗിബ്സനെ പോലെ അങ്ങയുടെ സ്വരം വ്യക്തമായി കേൾക്കാൻ കഴിയുന്ന, ആത്മീയമായി വളരാൻ കഴിയുന്ന ഇടങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലും കണ്ടെത്താൻ സഹായിക്കണമേ. അങ്ങ് മാത്രമാണ് വഴിയും സത്യവും ജീവനുമെന്ന് ഞങ്ങളെപ്പോഴും ഓർക്കുവാനും ഏറ്റുപറയുവാനും ഇടയാക്കണമേ. ഞങ്ങളുടെ മനസ്സിനെ പുതുക്കി രൂപാന്തരപ്പെടുത്തണമേ കർത്താവേ. ഈ ലോകത്തിന് അനുരൂപരാകാതെ അങ്ങയുടെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. വിശ്വാസത്തിൽ ഓരോ ദിവസവും വളരാനും അങ്ങയെ മഹത്വപ്പെടുത്തുന്ന ജീവിതം നയിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. ഈ വിശ്വാസമാകുന്ന ഓട്ടം കർത്താവെ, അത് തളർന്നു പോകാതെ സ്ഥിരതയോടെ ഓടുവാൻ ഞങ്ങൾക്ക് സഹനശക്തി നൽകണമേ. വിശ്വാസത്തിന്റെ നായകനായ ഞങ്ങളുടെ കർത്താവ് യേശുക്രിസ്തുവിൽ ഞങ്ങളുടെ ദൃഷ്ടി എപ്പോഴും ഉറപ്പിക്കുവാൻ സഹായിക്കണമേ. മെൽ ഗിബ്സന്റെ ജീവിത സാക്ഷ്യത്തിനായി ഞങ്ങൾ വീണ്ടും നന്ദി പറയുന്നു. അങ്ങയെ തേടുന്ന എല്ലാ മക്കളെയും അങ്ങ് സംരക്ഷിക്കണമേ. ഈ പ്രാർത്ഥന ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. ആമേൻ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ കർത്താവ് പ്രവർത്തിച്ച അനുഭവങ്ങൾ, വിശ്വാസ സാക്ഷ്യങ്ങൾ, ഇവയൊക്കെ മറ്റുള്ളവർക്കൊരു പ്രചോദനമായേക്കാം. അതെ, അങ്ങനെയുള്ള അനുഭവങ്ങൾ ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ മടിക്കരുത്. നിങ്ങളുടെ സാക്ഷ്യങ്ങൾ ഞങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം. വിലാസം ഇതാണ്:
soulfulscriptureseveryday@gmail.com. ഒന്നുകൂടി പറയാം, soulfulscriptureseveryday@gmail.com. ലഭിക്കുന്ന സാക്ഷ്യങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നവ വരും ദിവസങ്ങളിൽ ഈ പരിപാടിയിലൂടെ പങ്കുവയ്ക്കാൻ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ഇന്നത്തെ ഈ കൂട്ടായ്മയിൽ പങ്കെടുത്ത നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി. കർത്താവിന്റെ സമാധാനവും സംരക്ഷണവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും കാണാം.